ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പേഴ്സണൽ ലോണുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാങ്കുകളിൽ നിന്നും ബാങ്കിതര ധനസ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന NBFCകളിൽ നിന്നും ഫിൻടെക് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും പേഴ്സണൽ ലോൺ എടുക്കുന്നവരുടെ എണ്ണം ധാരാളമാണ്. വിവാഹ ആവശ്യത്തിനോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ദൈനംദിന മറ്റാവശ്യങ്ങൾക്കോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അങ്ങനെ ഏതാവശ്യങ്ങൾക്കും ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന നിലയിലോ അതല്ലെങ്കിൽ മറ്റു വിധത്തിലോ ഒക്കെ തന്നെ പണം ആവശ്യമായി വരുമ്പോൾ ഈ ബാങ്കുകളെയോ NBFCകളെയോ ഫിൻടെക് കമ്പനികളെയോ സമീപിക്കുന്നവരാണ് ഏറെയും. ഇത്തരം വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം പലിശ നിരക്കുകളുടെ താരതമ്യ പഠനമാണ് ആവശ്യം. വിവിധ സ്ഥാപനങ്ങൾ വിവിധ നിരക്കുകളാണ് ഈടാക്കുന്നത്. ലോൺ എടുക്കുന്ന വ്യക്തിക്ക് ഏതാണ് ഏറ്റവും യോജിച്ചത് അല്ലെങ്കിൽ ഏറ്റവും ബാധ്യത കുറവായിരിക്കുന്നത് എന്ന് തീർച്ചപ്പെടുത്തിയ ശേഷം മാത്രം വായ്പ ഏത് സ്ഥാപനത്തിൽ നിന്ന് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. രണ്ടാമതായി പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം ലോൺ എമൗണ്ടാണ്. ലോൺ എടുക്കുന്ന വ്യക്തിക്ക് എത്ര തുകയാണ് ആവശ്യം എന്നുള്ളതാണ് ഒരു വലിയതായി പരിഗണിക്കേണ്ട കാര്യമാണ്. പിന്നൊന്ന് തിരിച്ചടവിൻ്റെ കാലാവധിയാണ്. എത്ര മാസങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. പിന്നൊന്ന് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ, അതായത് തിരിച്ചടവിൻ്റെ ഷെഡ്യൂൾ. ഏതൊക്കെ മാസം എത്ര തുക അടയ്ക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ക്വാർട്ടറുകളിൽ എത്ര തുക അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു നിശ്ചയം വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ലോൺ എമൗണ്ട്, ലോണിൻ്റെ കാലാവധി, തിരിച്ചടവിൻ്റെ ഷെഡ്യൂള്, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാവണം. ഈ 3 ഇനങ്ങളിലെ ഓരോ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് താനും. മറ്റൊന്ന് ലോൺ എടുക്കുന്ന വ്യക്തിയുടെ തിരിച്ചടവിൻ്റെ ചരിത്രമാണ്. ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള വായ്പകളുടെ തിരിച്ചടവിൽ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കും. എപ്പോഴും കൂടിയ സ്കോർ ഉണ്ടായിരിക്കുന്നതാണ് വായ്പ ലഭിക്കുന്നതിന് നല്ലത്. ഈ ക്രെഡിറ്റ് സ്കോറിനെ സിബിൽ സ്കോർ എന്നാണ് പറയുന്നത്. ഈ സിബിൽ സ്കോർ 700 അല്ലെങ്കിൽ 700-ന് മുകളിലായിരിക്കുന്നതാണ് അഭികാമ്യം. 700-ൽ കുറവാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന ആൾക്ക് നേരിടാം. ഒന്നാമതായിട്ട് വായ്പ അപേക്ഷ തന്നെ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി ഉദ്ദേശിക്കുന്ന തുക നൽകാൻ ധനകാര്യ സ്ഥാപനം തയ്യാറായെന്ന് വരില്ല. മൂന്നാമതായി പലിശ നിരക്കിൽ വ്യത്യാസം വരാം. മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടിയ പലിശ നമ്മൾ കൊടുക്കേണ്ടതായി വന്നേക്കാം. അതിനാൽ ക്രെഡിറ്റ് ഹിസ്റ്ററി 700-ഓ അല്ലെങ്കിൽ 700-ന് മുകളിലോ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തിട്ടുള്ള വായ്പകൾക്ക് തിരിച്ചടവ് കൃത്യമായി അടച്ചാൽ ഭാവിയിൽ നമ്മുടെ സ്കോർ 700-ന് മുകളിൽ തന്നെ നിലനിർത്താൻ കഴിയും. പിന്നീട് ഇത് ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം കൃത്യമായ വായ്പ തുക നമ്മൾ നിർണ്ണയിക്കണം എന്നുള്ളതാണ്. ആവശ്യമുള്ള തുക മാത്രമേ വായ്പ എടുക്കാവൂ. അല്പം കൂടി ഇരിക്കട്ടെ എന്ന് കരുതി കൂടുതൽ തുക എടുത്താൽ തിരിച്ചടവും ബാധ്യതയും അതനുസരിച്ച് കൂടും. അതിനാൽ കൃത്യമായും ആവശ്യമുള്ള തുക മാത്രം എടുക്കുന്നതിൽ കൃത്യത പാലിക്കുക. മറ്റൊന്ന് നമുക്ക് തിരിച്ചടവിനുള്ള ശേഷിയാണ്. വായ്പ എടുക്കുന്ന ആളിൻ്റെ തിരിച്ചടവ് ശേഷി വളരെ പ്രധാനമാണ്. നമുക്ക് നമ്മുടെ പ്രതിമാസ ചെലവുകൾ കഴിച്ചിട്ട് വായ്പയുടെ തിരിച്ചടവ് സാധ്യമാകുന്നില്ലെങ്കിൽ അത് വലിയ ബാധ്യതയായിട്ട് തീരും. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന തുക എത്രയാണോ അതിന് ആനുപാതികമായി മാത്രമേ നമ്മൾ വായ്പ തുക നിശ്ചയിക്കുകയും വായ്പയ്ക്കായി അപേക്ഷ നൽകുകയും ചെയ്യാവൂ. നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന ആളിൻ്റെ വിശ്വാസ്യത പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ വായ്പ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ സ്വീകരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ നമ്മൾ വിശ്വാസ്യത പരിശോധിക്കുമെന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ, അതിൻ്റെ പ്രശസ്തി, അതിൻ്റെ പേര്, ഇതൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊന്ന് അതിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചാണെങ്കിൽ ആ സ്ഥാപനത്തിന് റേറ്റിംഗ് ഏജൻസികൾ നൽകിയിട്ടുള്ള നിരക്കുകളുണ്ട്. ആ റേറ്റിംഗ് ഏജൻസി നൽകിയിട്ടുള്ള റേറ്റിങ്ങുകൾ
ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാനുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് പല റിവ്യൂകളും പല പരാതികളും അതുപോലെ തന്നെ പല നിയമയുദ്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ RBIയുടെ വെബ്സൈറ്റ് അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ഉപകരിക്കും. മറ്റൊരു കാര്യം, അമിതമായ തോതിലുള്ള വാഗ്ദാനങ്ങൾ എന്തെങ്കിലും വായ്പ നൽകുന്ന സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു സ്ഥാപനത്തിനും അമിതമായ രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകാൻ സാധിക്കില്ല. ആ നിലയ്ക്ക് അമിതമായ വാഗ്ദാനം ഏതെങ്കിലും സ്ഥാപനം നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതത്ര ശരിയല്ലാത്ത സ്ഥാപനമാണ് എന്ന് തന്നെയാണ്. അതിനാൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ സ്വീകരിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനത്തിൻ്റെ കസ്റ്റമർ സർവീസ് അത് എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ചിരിക്കണം. കസ്റ്റമർ സർവീസ് വളരെ മോശമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാതികൾ പിന്നീട് ഉണ്ടായാൽ അത് പരിഹരിച്ച് കിട്ടുന്നതിന് വളരെ പ്രയാസം നേരിടും. അതിനാൽ കസ്റ്റമർ സർവീസ് വിഭാഗം വളരെ ശുഷ്കാന്തിയോടുകൂടിയും കാര്യക്ഷമമായും ഒക്കെ പ്രവർത്തിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വായ്പ എടുക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ്. ചുരുക്കത്തിൽ വളരെ സഹായകമായ ഒന്നാണ് പേഴ്സണൽ വായ്പ എങ്കിലും അത് തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വിജയം. അതായത് ശരിയായ നിരക്ക്, ശരിയായ സ്ഥാപനം, ശരിയായ തിരിച്ചടവ് ഷെഡ്യൂള് ഇതെല്ലാം നമ്മൾ ഉറപ്പാക്കിയ ശേഷം മാത്രം വായ്പയ്ക്ക് പോകുന്നതായിരിക്കും ഉചിതം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതൊരു ബാധ്യതയായി അനുഭവപ്പെടുകയുമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര പണം യഥാസമയം ലഭിക്കുകയും ചെയ്യും.